ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ ആക്രിക്കോടൊക്കെ ഇട്ട ഒരു എക്സ്റ്റൻഷൻ ബോർഡാണ്. ഒറ്റ നോട്ടത്തിൽ ഇതിന് ബോഡി ഡാമേജോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. നിലവിൽ എന്റെ കോഡ് വയർ മിസ്സിംഗ് ആണ്. എന്തായാലും ഞാൻ ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. എന്തായാലും ഇത് ഊരിയെടുത്ത് നമുക്ക് ഇതിന്റെ അകത്തെ അവസ്ഥയൊന്ന് നോക്കാം. ഇതിന് മൊത്തത്തിൽ 4 സ്ക്രൂ ആണ് വരുന്നത്. 4 സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതുകൊണ്ടൊക്കെ ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിനകത്ത് വരുന്ന ഒരു സെറ്റപ്പ് ഇതാണ്. ഇതിനകത്ത് ഇതുകൊണ്ടൊക്കെ ഒരു പ്ലാസ്റ്റിക് റൗണ്ട് വരുന്നുണ്ട്. അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സോക്കറ്റും സ്വിച്ചും വരുന്ന ഭാഗം പൊക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഇതിനകത്തെ അവസ്ഥ. ഇതിന്റെ വയർ വരുന്ന ഭാഗം കട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ സോക്കറ്റിന്റെ അവിടെ വരുന്ന നട്ടെല്ലാം ചെറുതായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തെ കട്ടായി പോയവർ നമുക്ക് ഇതുകൊണ്ട് റിമൂവ് ചെയ്യാം. ഇനി ഇതുകൊണ്ട് ഒരു 2 കോർ വയർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ടൈപ്പാണ്. ഇതൊരു നിശ്ചിത നീളത്തിലേ കിട്ടത്തുള്ളൂ. നമുക്ക് ഇഷ്ടമനുസരിച്ച് നീളം മേടിക്കണമെങ്കിൽ നമ്മൾ 2 പിന്നോട് സെറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് ഇൻസുലേഷൻ ചെറുക്ക് റിമൂവ് ചെയ്യാം. അകത്തിരിക്കുന്ന വയറിന് ഡാമേജ് വരാതെ നോക്കണം. എന്നിട്ട് ഇതിന്റെ എൻഡ് പോർഷൻ നമുക്ക് ഇതുകൊണ്ട് കെട്ടിയിട്ട് കൊടുക്കാം. അകത്ത് ലോക്കായിട്ട് കിടക്കാൻ വേണ്ടിയാണിത്. ഇനി ഇതിനകത്ത് റെഡ് വയർ നമ്മൾ ആ സ്വിച്ചിന്റെ ഒരു ലെഗിലോട്ട് കണക്ട് ചെയ്യാം. ഇതിനകത്ത് വരുന്ന ബ്ലാക്ക് വയർ നമുക്ക് ആ സോക്കറ്റിന്റെ ലെഗിലോട്ടും കണക്ട് ചെയ്യാം. ഇനി ഇതിനകത്ത് അത്യാവശ്യം നല്ലതായിട്ട് തുരുമ്പുണ്ട്. തുരുമ്പ് ഒഴിവാക്കാനായിട്ട് ഞാൻ WD-40 യൂസ് ചെയ്യുവാണ്. ഇനി നമുക്ക് പഴയ കണക്ക് തന്നെ അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കുമ്പോൾ ഈ റൗണ്ട് പ്ലാസ്റ്റിക്കിനോട് ചെറിയൊരു വെട്ട് കണ്ടില്ല. ആ വെട്ട് നമ്മുടെ ഈ സോക്കറ്റിൻ്റെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കണ്ടില്ല. ആ ഗ്യാപ്പും തമ്മിൽ കറക്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ലോക്ക് ആവത്തുള്ളൂ. ഇതിങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വയറിൽ കെട്ടിയിട്ടില്ല. ആ കെട്ട് അകത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇത് നമുക്ക് പഴയ കണക്ക് കേസിലോട്ട് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കണ്ട് ഇവനെ തന്നെ ഇങ്ങനെ തിരിക്കാമെങ്കിൽ ഇത് തിരിഞ്ഞ് ഈ വയറിലതിനകത്തോട്ട് കയറി കണ്ടില്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആക്രിയിൽ കൊടുക്കാൻ എന്തെങ്കിലും സാധനം എടുത്തിട്ട് നമ്മൾ നോക്കണം കേട്ടോ. നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. DV ടൈപ്പ് കോഡ് വയർ മേടിക്കാൻ കിട്ടും കടയിലൊക്കെ. ഇത് മേടിച്ചാൽ മതി. നമ്മുടെ ആവശ്യത്തിൻ്റെ ലിങ്കിൽ മേടിച്ചിട്ട് ചിലപ്പോൾ പിന്ന് കാണത്തില്ല. ഇത് കൊടുക്കുക. ആ പിന്നൊന്ന് സെറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് എടുക്കാനേ ഉള്ളൂ. ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ കളിക്കുമ്പോൾ കറങ്ങി പഴയ ഉണക്കിന് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യില്ലെന്ന് നോക്കാം. എന്തായാലും ഇത് വർക്ക് ചെയ്യും. അതിന് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കൊടുക്കാം. ഓക്കെ, ഉണ്ടല്ലേ, കറക്റ്റായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കറണ്ട് വരുന്നുണ്ടല്ലോ ചെക്ക് ചെയ്യാം. സ്വിച്ച് ഓൺ ആയിരുന്നു കേട്ടോ. വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സെറ്റ് പിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സെറ്റ് പിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സെറ്റ് പിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ എക്സ്റ്റൻഷൻ ബോർഡൊക്കെ എടുത്ത് കളയാൻ പറ്റും. ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ചിലതൊക്കെ ഇതുകൊണ്ട് വയറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് കേടായി പോകുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എങ്ങനെയാണ് പോയേക്കുന്നത്. ഇതിനകത്ത് സോക്കറ്റിന് വല്ലതും ഈ കംപ്ലൈൻറ്റ് വന്നേക്കുന്നത് ഇതൊന്ന് ചെക്ക് ചെയ്യണം. സോക്കറ്റിൻ്റെ കംപ്ലൈൻറ്റ് തന്നെ ശരിയാക്കാൻ ഭയങ്കര പാടായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഇതുകൊണ്ട് വയർ മാത്രമാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ശരിയാക്കി എടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആക്രിലൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ചുമ്മാ നമുക്ക് ഇതിന് അത്യാവശ്യം എനിക്ക് നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും 10-200 രൂപ മേളിലുണ്ട് ഇതിന് വില. ഇങ്ങനെ ആക്രിക്കളയാൻ നല്ലത് ഒരു ചെറിയ പൈസയ്ക്ക് ഈ കോഡ് വയർ മേടിക്കാൻ. അതുകൊണ്ട് ഇത് മാറിയെടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോസിനായിട്ട് പേജിൽ നിന്ന് ഫോളോ ചെയ്യുക.